മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി ഒരു സ്ഥിരതയാർജിക്കുന്നു, അല്ലെങ്കിൽ വിപണി നേട്ടത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കറക്ഷൻ വന്നു, അതിനുശേഷം സ്വാഭാവികമായ മുന്നേറ്റങ്ങൾ ലഭിക്കുന്നു, വലിയ തകർച്ചയിലേക്ക് നീങ്ങുന്നുമില്ല. അങ്ങനെ പൊതുവെ വിപണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആശ്വാസമേകിക്കൊണ്ടാണ് ഇപ്പോൾ വിപണിയുടെ നിൽപ്പ്. എന്തുതന്നെയായാലും ചില ഓഹരികൾ, പ്രത്യേകിച്ചും GDP, അടുത്തയാഴ്ച വരാനിരിക്കുന്ന ഇലക്ഷൻ ഫലങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ഇനി നിർണായകമാവും. കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജിക്കിറ്റീസ് CEO N. ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, തീർച്ചയായും GDP ഒരു വശത്ത്, രണ്ടാമത് ഇലക്ഷൻ റിസൾട്ട്, ഈ പഞ്ചഗുസ്തി എന്ന് പറയുന്ന 5 മത്സരങ്ങളിൽ 4 BJP അല്ലെങ്കിൽ കോൺഗ്രസ്, അങ്ങനെ ഒരു ശക്തമായൊരു അടിത്തറയോടുകൂടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാൽ അത് BJPയോടാണ് കൂടുതലും ഇപ്പോൾ മാർക്കറ്റ് ഫേവർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ഈ നരേന്ദ്രമോദി ഇഫക്റ്റ് പോലെ വിപണിയിൽ അത് പ്രതിഫലിക്കുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 BJP വിജയം കൊയ്താൽ വിപണി വലിയൊരു റാലിയിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു BJPക്ക് മെജോറിറ്റി കിട്ടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് അതിനോട് വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. കാരണം സെൻട്രൽ ഇലക്ഷൻ വരാൻ പോകുന്നു. ആ മോഡി എഫക്റ്റ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തു എന്നതിൻ്റെ ഒരു സൂചകമാണ്. അത് തീർച്ചയായിട്ടും മാർക്കറ്റ് അതിനോട് വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. ഒരു വളരെ ഷാർപ്പായുള്ള റാലി നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഇപ്പം നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഈ ഒരു മാസം ഡിസംബർ 10 മുമ്പ് മേജറായിട്ടുള്ള 2 ന്യൂസാണ്. ഒന്ന്, US-ന്റെ ജോബ് ഡാറ്റ, അത് വളരെ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ ടാപ്പറിങ് അത് നെഗറ്റീവായിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെയും ഗ്ലോബൽ മാർക്കറ്റിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യാം. 2, 8 വരുന്ന ഇലക്ഷൻ റിസൾട്ട്, ഇത് രണ്ടും ഒരു മേജർ ട്രിഗറാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ട്രെൻഡ് ഡിസൈഡറാണ് ഈ 2 മേജർ ന്യൂസുകളും. ഇതാണ് മാർക്കറ്റിന്റെ ഫർദർ ഡയറക്ഷൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് നെക്സ്റ്റ് വീക്കൊക്കെ മാർക്കറ്റിൽ ഒരു കോഷ്യസ് അപ്രോച്ച് ആയിരിക്കും നല്ലത്. നമ്മൾ ഒരു സാധ്യതയാണ് ഇലക്ഷനിൽ പറഞ്ഞത്. മറ്റ് സാധ്യതകൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയായിരിക്കും വിപണിയിൽ അത് പ്രതിഫലിക്കുക? തീർച്ചയായിട്ടും വളരെ നെഗറ്റീവായി, അങ്ങനെ ഒരു മെജോറിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷൻ, അതല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമാവുകയോ അല്ലെങ്കിൽ BJPക്ക് തിരിച്ച് കോൺഗ്രസിന് അനുകൂലമാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് വിപണി അതിനെയും ബൂസ്റ്റ് ചെയ്യേണ്ട. കാരണം നിലവിലുള്ള സർക്കാർ, UPA സർക്കാർ, തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിന് അനുകൂലമാണെങ്കിലും മാർക്കറ്റ് അതിനോട് വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. പക്ഷെ BJP ആണെങ്കിൽ കൂടുതൽ പോസിറ്റീവ് ആകാനുള്ള സാധ്യതയും, എല്ലാ സ്റ്റേറ്റും BJPക്ക് അനുകൂലമാവുകയാണെങ്കിൽ അത് വളരെ ഒരു ബൂസ്റ്റിംഗ് തന്നെയായിരിക്കും. മാർക്കറ്റിനെ സംബന്ധിച്ച് അതൊരു ബൂസ്റ്റ് തന്നെയായിരിക്കും. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ US-ൽ നിന്ന് വരുന്ന ന്യൂസുകളാണ്. FI ഡ്രിവൺ മാർക്കറ്റാണ്. ഈ ആഴ്ചത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് FIസിന്റെ വലിയൊരു ഫ്ലോ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നില്ല. എന്നിട്ടും മാർക്കറ്റിൽ ആ ഒരു പോസിറ്റീവ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഈ വരുന്ന ഇലക്ഷൻ ഉള്ള റിസൾട്ട് അതിനൊക്കെ തന്നെ തയ്യാറെടുക്കുന്നു മാർക്കറ്റ് എന്നുള്ളൊരു സൂചന തന്നെയാണ് നമ്മൾ കാണുന്നത്. മാർക്കറ്റിൽ ഇപ്പോഴും പോസിറ്റീവ് മൊമെന്റം നിലനിൽക്കുന്നു. പക്ഷെ ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കാനുള്ളൊരു സമയമാണ്. 2, ഡിസംബർ സീരീസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ചിലപ്പോൾ സെല്ല് ചെയ്യേണ്ട ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സെല്ല് ചെയ്യാനുള്ളൊരു ചാൻസും, ബൈ ചെയ്യാനുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി, മീൻസ് ഒരു ഹൈയും ഒരു ലോയും വരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അതിനുവേണ്ടി പ്രിപ്പയർ ആകുക എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിനോട് നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്. 2 ഓഹരികൾ പ്രത്യേകിച്ചും ഒരുപക്ഷെ ഇന്ത്യൻ വിപണിയിൽ അങ്ങനെ അങ്ങോട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രകടനം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഫൈസർ, വൈത്ത്, രണ്ടിൻ്റെയും ഇന്ത്യൻ ആമുകൾ തമ്മിൽ ലയിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ നിന്നങ്ങോട്ട് ഫൈസർ ലാഭവിഹിതം 360 രൂപ പ്രഖ്യാപിക്കുന്നു. വൈത്ത്, മറ്റൊരു ഫാർമ കമ്പനിയായ വൈത്ത് 145 രൂപ ലാഭവിഹിതം പ്രഖ്യാപിക്കുന്നു. ഡിസംബർ 6 അതിൻ്റെ റെക്കോർഡ് തീയതി വയ്ക്കുന്നു. തുടർച്ചയായി ഈ 2 ഓഹരികളും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രിയുടെ ഒരു നാഴികക്കല്ലാവാൻ പോകുന്ന ഒരു തീരുമാനമായിരിക്കാം ഒരുപക്ഷെ ഈ ലയനം കൊണ്ട് സാധ്യമാവുന്നത്. ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഈ മെർജർ ആ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അതുപോലെ ഫാർമ സെക്ടറിനെ സംബന്ധിച്ചും ഈ ഒരു മെർജർ നടക്കുകയാണെങ്കിൽ വീണ്ടും ഫർദർ കൂടുതൽ മെർജർ വരാനുള്ള സാധ്യത, കൂടുതൽ ടേക്ക് ഓവർ വരാനുള്ള സാധ്യത, അതോടൊപ്പം തന്നെ ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും വളരെയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് ഇത് രണ്ടും. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇപ്പോഴൊരു പോസിറ്റീവ് മൊമെന്റം നിലനിൽക്കുന്നു. വളരെ നല്ല റിസൾട്ട്, വളരെ ട്രാക്കുള്ള മാനേജ്മെന്റ്, അതിന്റെ റിഫ്ലക്ഷനാണ്. അപ്പോൾ ഈ ലയനം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫാർമ സെക്ടറിനും എസ്പെഷ്യലി ഈ 2 കമ്പനികളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവ് തന്നെയാണ്. ഈ 2ൽ ഫൈസർ തന്നെയല്ലേ? തീർച്ചയായിട്ടും ഫ്രണ്ട് റൺ ഫൈസർ തന്നെയാണ്. എപ്പോഴും പ്രിഫർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് ഫൈസർ തന്നെയാണ്. ഇനിയിപ്പോൾ ഡിസംബർ 6 വരെ ഒരു കറക്ഷൻ മോഡ് കിട്ടിയില്ല എന്ന് വരാം. ഡിസംബർ 6 വരെ ഒരു വലിയ കറക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കേണ്ട മാർക്കറ്റിൽ. അത് ഈ സെക്ടറിലാണെങ്കിലും ഓവറോൾ മാർക്കറ്റിലും വളരെ ഷാർപ്പായുള്ള കറക്ഷനുള്ള സാധ്യത കുറവാണ്. മറ്റൊരു വിഷയം മെറ്റൽ സെക്ടറാണ്. പ്രത്യേകിച്ചും സെസാ സ്റ്റെർലൈറ്റ്, ടാറ്റ സ്റ്റീൽ ഒരു ബൂമിങ്ങിലേക്ക് വരുന്നു എന്ന് തോന്നുന്നു.
സെസ സ്റ്റെർലൈറ്റും കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം മൂവ് ചെയ്യുന്നത് കണ്ടു. ഖനനാനുമതി ഉൾപ്പെടെയുള്ള പല പാരിസ്ഥിതിക പ്രശ്നങ്ങളും വേദാന്ത ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ഇത്തരം കമ്പനികൾ, ഖനന മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ നേരിടുന്നുണ്ട്. പക്ഷേ വെള്ളിയാഴ്ച പരിശോധിച്ചാൽ നമുക്കറിയാം NMDC മൂവ് ചെയ്തു. ടാറ്റ സ്റ്റീൽ മാത്രം 400 രൂപ ലെവലിൽ, അതും ഒരു 52 വീക്ക് ഹൈ ഞാൻ പരിശോധിച്ചപ്പോൾ 448 രൂപയാണ്. ഒരു പക്ഷേ അത് കട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയും കാണുന്നു. ഹിൻഡാൽകോ തരക്കേടില്ലാതെ നിൽക്കുന്നു. എങ്ങനെയാണ് ഇപ്പോൾ മെറ്റൽ സെക്ടറിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? മെറ്റൽ സെക്ടർ വളരെ പോസിറ്റീവാണ്. ഇപ്പോൾ നമ്മൾക്കറിയാം ഇന്ത്യൻ കമ്പനികളിൽ നിന്നും വളരെയധികം ഓർഡർ ഓട്ടോമൊബൈൽ സെക്ടറിലേക്കാണ്. ഓട്ടോമൊബൈൽ ഡിമാൻഡ് വർദ്ധിക്കുന്നു. അതുപോലെ ചൈനയിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഡാറ്റ വരുന്നു. ഇതൊക്കെയാണ് സ്റ്റീൽ ഡിമാൻഡ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മൈനിങ് സെഗ്മെന്റിൽ നിലനിൽക്കുന്ന അത് കുറേയധികം റിലാക്സേഷൻ, ഇപ്പോൾ കർണാടകയിലാണെങ്കിലും ഗോവയിലാണെങ്കിലും മൈനിങ് റിലാക്സേഷൻ കുറേയധികം കിട്ടി. കുറച്ചുകൂടെ ബാൻ നിലനിൽക്കുന്നു. അതുകൂടെ മാറുകയാണെങ്കിൽ സെസ സ്റ്റെർലൈറ്റ് ഒക്കെ ബെറ്റർ സോണിലേക്ക് മൂവ് ചെയ്യാം. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ആ ഒരു സ്റ്റോക്കിന് എനിക്ക് തോന്നുന്നൊരു ശനിദശ തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ബാനൊക്കെ നീങ്ങി ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ പഴയ പ്രതാപത്തിലേക്ക് സ്റ്റോക്ക് തിരിച്ചു വരാനുള്ള വാല്യുവേഷൻസ് പലതും ചീപ്പാണല്ലോ. ചീപ്പർ വാല്യുവേഷനിലാണ്. ഇപ്പോൾ ടാറ്റ സ്റ്റീൽ എടുക്കുകയാണെങ്കിൽ 400 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് സോണിലാണ് അത് മൂവ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 425, 440 ലെവലിലേക്ക് ഇമ്മീഡിയറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. ആ ഒരു സ്റ്റീൽ സെക്ടർ എപ്പോഴും വളരെ പോസിറ്റീവാണ്. അതിന്റെ ഒരു പ്രധാന റീസൺ ഒരു ഗ്ലോബൽ ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണ് സ്റ്റീൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെപ്പോഴും ഒരു ടാറ്റ സ്റ്റീൽ അവരുടെ പുതിയ പ്ലാന്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഫിനാൻഷ്യൽ ഇയറിന്റെ രണ്ടാം പകുതിയോടുകൂടി പുതിയ ഗ്ലോബൽ കമ്പനി. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിന്റെ വാല്യുവേഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോഴും ടാറ്റ സ്റ്റീൽ 400 ലെവലിലാണ് നിൽക്കുന്നത്. നിഫ്റ്റി 6200 ഓൾ ടൈം ഹൈയിലേക്ക്. ഇപ്പോൾ ടാറ്റ സ്റ്റീൽ ഇപ്പോഴത്തെ രീതിയിൽ തന്നെ ഒരു 550 ലെവലിലേക്ക് മൂവ് ചെയ്യേണ്ട സ്റ്റോക്കാണ്. ആ ഒരു സെക്ടറിൽ വന്നിരിക്കുന്ന ഒരു തിരിച്ചടി തന്നെയാണ് ആ സ്റ്റോക്കിന് ഈ രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കിത് ഫ്യൂച്ചർ തീർച്ചയായിട്ടും ഈ മെറ്റൽ സെക്ടറിനൊക്കെ തന്നെ, ഈവൻ ഹിൻഡാൽകോ എടുക്കുകയാണെങ്കിലും ടാറ്റ സ്റ്റീൽ എടുക്കുകയാണെങ്കിലും സേസ എടുക്കുകയാണെങ്കിലും ഒക്കെ അണ്ടർ വാല്യൂഡ് ആണ് ഇപ്പോഴും ആ സ്റ്റോക്ക്. അതിലൊരു ബൈങ് എനിക്ക് തോന്നുന്നു നല്ല ശക്തമായ രീതിയിൽ വരാം. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ഡിസംബറിൽ ഈ ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചൊരു പേഷ്യൻസ് കാണിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഓപ്പർച്യൂണിറ്റി അവരുടെ മുന്നിലേക്ക് വരും, ആ സമയത്ത് അത് എടുക്കുക. ഇപ്പം നമ്മൾ 6000 ലെവലിലേക്ക് വരുമ്പോൾ ICICI, ആക്സിസ് ബാങ്ക് പോലെയുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, L&T നോക്കൂ 1030 ലെവലിലാണ് മൂവ് ചെയ്യുന്നത്. സ്ട്രോങ് ബൈ റെക്കമെൻഡേഷൻ കൊടുത്താണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഈ 6000 ലെവലിലേക്ക് നിഫ്റ്റി വന്ന സമയത്ത് എല്ലാ അനലിസ്റ്റും ബെയറിഷ് ആയിരുന്നു. മാർക്കറ്റ് ഈ ആഴ്ച സംഭവിച്ച കാര്യമാണ്. എല്ലാ ടെക്നിക്കൽ അനലിസ്റ്റുകളും മാർക്കറ്റ് 5800, 5600ലേക്ക് പോകും, സെൽ ഓൺ എവരി റൈസ് എന്നുള്ള മെസ്സേജ് കൊടുത്തു. പക്ഷെ എന്താ സംഭവിച്ചു? മാർക്കറ്റ് ഷാർപ്പായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ വളരെ ഫെയർ വാല്യൂവിലേക്ക് സ്റ്റോക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി. ഞാൻ അഗൈൻ 6950 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോണാണ്. ദെൻ 800, 850 ഇത് രണ്ടാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ എൻട്രി പോയിന്റ്. ഈ ലെവലിലേക്ക് ഈ 5950, 6000ലേക്ക് മാർക്കറ്റ് വരുമ്പോൾ കാണുന്ന ന്യൂസുകൾ നെഗറ്റീവ് ആയിരിക്കും. ഈ ഒരു ലെവലിൽ നിന്ന് 5800, 850 എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് വരും. പക്ഷെ ഈ രണ്ട് ലെവലും പ്രയോജനപ്പെടും. ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ എപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആയിക്കൊണ്ടേയിരിക്കും. അവർക്ക് ഒരിക്കലും ഗെയിൻ കിട്ടില്ല. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് സംഗീതിൻ്റെ സംശയം ഇമെയിലിൽ വന്നത്. അദ്ദേഹം എസ്കോട്ട്സ് സെയിൽ തുടങ്ങിയ 2 ഓഹരികൾ വാങ്ങിയിട്ടുണ്ട്. ഫിനോലെക്സ് കേബിൾസും പറഞ്ഞിട്ടുണ്ട്. അത് പറയേണ്ടതില്ല, കാരണം വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്ന തരത്തിലാണ്, അല്ലെങ്കിൽ ഇനി കീപ്പ് ചെയ്താലും കുഴപ്പമില്ല, നല്ലത്. ഫിനോലെക്സ് കേബിൾ വലിയ മുന്നേറ്റം കുറിച്ചു. അപ്പോൾ എസ്കോട്ട്സും സെയിലും നമുക്ക് പരിശോധിക്കാം. എസ്കോട്ട്സും ഇപ്പോഴത്തെ രീതിയിൽ പോസിറ്റീവ് മൊമെന്റം ഈ സ്റ്റോക്കിലും കണ്ടിന്യൂ ചെയ്യുന്നു. സ്റ്റോക്ക് ഇപ്പോഴത്തെ രീതിയിൽ ഹോൾഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ഡിസംബർ സീരീസ് ചിലപ്പോൾ എല്ലാ സ്റ്റോക്കുകളും നല്ലൊരു പ്രോഫിറ്റിൽ സെല് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ആ ഒരു സമയത്ത് എസ്കോട്ട്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. 140 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ്. ആ ഒരു ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ പരിഗണിക്കാം. അതുപോലെ തന്നെ സെയിൽ 78 ആണ്, ഒരു മേജർ റെസിസ്റ്റൻസ് ആണ് 78. ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സെയിൽ 78 വരെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ലോവർ ലെവൽ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ നിക്ഷേപകരും ഫോർ ടൈം ബീയിങ് ആ ഒരു ലെവൽ 78, 76 to 78 എന്ന് പറയുന്ന ലെവൽ ഒരു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. അഗൈൻ 63 and 56 2 സപ്പോർട്ട് ലെവലാണ്. ഒരിക്കലും 56 or 63 ഒരു ടാർഗറ്റ് അല്ല. അത് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ വരാവുന്ന ഒരു സപ്പോർട്ട് സോണാണ്. അതുപോലെ എസ്കോട്ട്സ് 112, 101 സപ്പോർട്ട് ലെവലാണ്. ഈ 2 സ്റ്റോക്കും ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഇപ്പോൾ ഈ 2 സ്റ്റോക്കിലും ഒരു പോസിറ്റീവ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. എസ്കോട്ട്സ് 140ലും അതുപോലെ തന്നെ സെയിൽ 76 and 78 ലെവലിലും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. എസ്കോട്ട്സിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഞാനിത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ട്രാക്ക് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്.
ഒരു 3 വർഷം മുമ്പ് എടുത്ത് നോക്കുമ്പോഴും എസ്കോട്ട്സ് അന്ന് ഏകദേശം ഈ 56-57 ലെവലിൽ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 40 അങ്ങനെ തന്നെ ഒരു ലാംഗ്വിഷ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ ട്രാക്ടർ നിർമ്മാണം, വാസ്റ്റ് പാസ്റ്റേഴ്സ് ഓഫ് ലാൻഡ് ഇൻ ഡൽഹി, ഇതെല്ലാം അന്നും ഉള്ള കാര്യമാണ്. പെട്ടെന്ന് ഇപ്പോൾ ഒരു സ്പർട്ട് ഈ ഓഹരിയിൽ കാണുന്നുണ്ട്. പക്ഷേ മുൻപത്തെ പോലെ എൻ്റെ ഒരു ആശങ്ക, ഈ ഓഹരി ഒരുപക്ഷെ വീണ്ടും ഈ പറയുന്ന പോലെ ഈ 75 അല്ലെങ്കിൽ 100-ന്റെ താഴെയുള്ള ലെവലുകളിൽ വീണ്ടും കുറച്ച് നാൾ അല്ലെങ്കിൽ 2-3 കൊല്ലം കിടക്കാനുള്ള സാധ്യത. കാരണം അതിൽ ആ പർട്ടിക്കുലർ ഓഹരി എസ്കോട്ട്സിൽ ഒരു ചാം വിപണി തരുന്നില്ല. കാരണം ഞാൻ പറയുന്നത് ഇതിനു മുൻപും ഇതേ അടിസ്ഥാന ഘടകങ്ങൾ തന്നെയായിരുന്നു. അതിലൊരു സുപ്രഭാതത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇവിടെ ഡിമാൻഡ് സപ്ലൈ ആണ് സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്. സണ്ണിൽ അറിയാമല്ലോ, ഇവിടെ റീസെൻ്റ് ആയിട്ട് റൂറൽ സെഗ്മെൻറ്റിൽ വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള ഒരു കമ്പനിയാണ് എസ്കോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ റൂറൽ സെഗ്മെൻറ്റിൽ അഗ്രികൾച്ചർ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരികയാണെങ്കിൽ ഈ സെക്ടറിൽ വളരെയധികം ഡിമാൻഡ്, ഇവരുടെ വെഹിക്കിൾസിനൊക്കെ വലിയ ഡിമാൻഡ് വരാം. രണ്ടാമത്, റീസെൻ്റ് ആയിട്ട് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. ഇപ്പോഴത്തെ രീതിയിൽ പഴയ രീതിയിലേക്ക് അടുത്തൊരു 3 ഇയർ സ്റ്റോക്ക് ഐഡിയലായിട്ട് ഇരിക്കാനുള്ള സാധ്യത കുറവാണ്. ഓൾറെഡി ഈ മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്തു, അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ അതിലുപരി എന്തായാലും മാർക്കറ്റിൽ അടുത്ത 1-2 വർഷത്തിനുള്ള ഒരു ബുൾ റൈഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ബുൾ റൈഡിൽ ശരിക്കും ഈ എസ്കോട്ട്സ് പോലെയുള്ള സ്റ്റോക്കുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ രീതിയിൽ ഒരു കറന്റ് ലെവൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ സൂചനയായിട്ട് വേണം ഈ വൻകിട ഫണ്ടുകൾ ഇപ്പോൾ ഇതിനെ അവരുടെ റഡാറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ അടുത്ത കറക്ഷൻ 100 ലെവലിലേക്ക് സ്റ്റോക്ക് ഒരു കറക്ഷൻ വരികയാണെങ്കിൽ വീണ്ടും റീ എൻട്രി ചെയ്യാം. 140 ലെവൽ വരികയാണെങ്കിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരിക്കലും ലാസ്റ്റ് ഒരു 3 ഇയേഴ്സ് ആയിട്ട് മൂവ്മെന്റ് ഇല്ലാത്ത സ്റ്റോക്ക് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് മൂവ്മെന്റ് വരാം. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ഐഡന്റിഫൈ ചെയ്യുന്നു, അവരുടെ ഫ്യൂച്ചർ ഗ്രോത്ത് അവർ കണ്ടുപിടിക്കുന്നു, അങ്ങനെ അവരുടെ ഒരു ഫോക്കസ് അതിലേക്ക് പോകുന്നു. അതാണ് അതിന്റെ റിഫ്ലക്ഷൻ ആണ് സ്റ്റോക്കിന്റെ മൂവ്മെന്റ്. അപ്പോൾ റീസെന്റ് ആയിട്ട് അവർ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കണ്ണിൽ വലിയ വലിയ വൻകിട ഫണ്ടുകൾ, ഒരുപക്ഷെ വിദേശിയോ സ്വദേശിയോ ആരായാലും അങ്ങനെ വന്നാലേ സ്റ്റോക്കിന് രക്ഷയുള്ളൂ എന്നാണ് സൂചന. ഒരു സംശയമില്ലല്ലോ അതിൽ. നമുക്ക് CV ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഇമെയിലിലേക്ക് നോക്കാം. 1 വർഷം ലക്ഷ്യമിട്ട് അദ്ദേഹം വാങ്ങിയിരിക്കുന്നു. ആക്സിസ് ബാങ്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളൂ, 1084 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. മറ്റൊന്ന് ITC 337 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. യൂണിയൻ ബാങ്ക് 117 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഡിഷ് TV 55 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഡെൻ നെറ്റ്വർക്ക്സ് 144 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഒടുവിൽ PC ജ്വല്ലറി 105 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇതിൽ ആക്സിസ് ബാങ്കിലും ITCയിലും ഒഴിച്ച് വേറൊരു സ്റ്റോക്കിലും ഒരു മൂവ്മെന്റ് വന്നിട്ടില്ല. കാരണം അടുത്തൊരു മാർക്കറ്റിൽ ഒരു ടോട്ടൽ മാർക്കറ്റിൽ ഒരു മൂവ് സംഭവിച്ചെങ്കിൽ മാത്രമേ ബാക്കി സ്റ്റോക്കുകളിലൊക്കെ ഇതിന് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ആക്സിസ് ബാങ്ക് 1240 ആണ് അടുത്ത് വരാവുന്ന ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്ക് ആ ഒരു ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. 1060 and 990 2 സപ്പോർട്ട് ലെവലാണ് ICICI ബാങ്കിൽ. ITC 300 to 90 വീണ്ടും ഒരു റീ എൻട്രി ലെവൽ എന്ന് പറയുന്നത് ബിലോ 300 ആണ്. അങ്ങനെ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ റീ എൻട്രി അഡ്വൈസബിൾ ആണ്. ഇമ്മീഡിയറ്റ് സ്റ്റോക്കിൽ വരാവുന്ന റെസിസ്റ്റൻസ് 330 ആണ് ITCയിൽ. പക്ഷേ അതൊരു മൈനർ റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്പ് മൂവ് വരികയാണെങ്കിൽ 330 ബ്രേക്ക് ചെയ്ത് 345-50 മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇമ്മീഡിയറ്റ് 330 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ യൂണിയൻ ബാങ്ക് 110, 102 2 സപ്പോർട്ട് ലെവലാണ്. ഇപ്പോഴത്തെ രീതിയിൽ ഒരു 40% ഇൻവെസ്റ്റ്മെന്റ് ഈ സ്റ്റോക്കിൽ അഡ്വൈസബിൾ ആണ്. 134 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഡിഷ് TV ആണ്. ഡിഷ് TV ഫണ്ടമെന്റലി സൗണ്ട് ആണോ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. അടുത്തൊരു കറക്ഷൻ വരികയാണെങ്കിൽ ഡൗൺ സൈഡ് റിസ്ക് ഡിഷ് TVയിൽ വളരെ കുറവാണ്. 50 രൂപയിലൊരു സപ്പോർട്ട്. അതെ, 50 ലെവലിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ആണ്. ആ ഒരു ലെവൽ വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 59 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഡെൻ നെറ്റ്വർക്ക് നമ്മൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഒരു ലോങ് ടേം വ്യൂവിൽ ഈ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 130, 116 2 സപ്പോർട്ട് ലെവലാണ്. 162 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ PC ജ്വല്ലേഴ്സ് എനിക്ക് തോന്നുന്നു വളരെയധികം ഫ്ലക്ച്വേഷൻസ് വരാൻ സാധ്യതയുള്ളതാണ്. തൽക്കാലം ഈ സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുക. അടുത്തൊരു കറക്ഷൻ വരികയാണ് 70-72 ലെവലിലേക്ക് വരികയാണെങ്കിൽ മാത്രം ആ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 99 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ ആക്സിസ് ബാങ്ക്, ITC 2 യൂണിയൻ ബാങ്ക് ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആണ്. ബാക്കി സ്റ്റോക്കുകളിലൊന്നും മൊമെന്റം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം ഓവറോൾ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ, കാരണം ഇലക്ഷൻ റിസൾട്ട് ഏതെങ്കിലും ഒരു കക്ഷിക്ക് അനുകൂലമായി വരികയാണ്, ഒരു അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു റൈഡ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ ഒരു സെക്കൻഡ് ലെഗ് റൈഡ് വരാനുള്ള സാധ്യത കൂടുതൽ. ഞാൻ ഈ ഡെന്നിന്റെ കാര്യത്തിൽ ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഞാൻ ഈയിടെ അതിന്റെ ഒരു
മുതിർന്ന മാനേജ്മെൻറ്റ് അംഗത്തെ ഈയിടെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ പ്രൊമിസിംഗ് ആയിട്ടാണ് സ്റ്റോക്കിനെ കുറിച്ചല്ല കമ്പനിയെക്കുറിച്ച് പറഞ്ഞത്. പ്രത്യേകിച്ചും അതിൻ്റെ ഡിജിറ്റലൈസേഷൻ്റെ ഒരു മധ്യഭാഗം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് വലിയ രീതിയിലൊരു ട്രമൻഡസ് ഗ്രോത്ത് കിട്ടുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല വരുന്ന പാദങ്ങളിലുള്ള റിസൾട്ടുകൾ അടിക്കടി ഓരോ പാദം കഴിയുന്തോറും ബെറ്റർ റിസൾട്ട്സ് ആയിരിക്കും അടുത്ത ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ 144 രൂപയ്ക്ക് ഒരു സപ്പോർട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് അധികം താഴേക്ക് പോകുന്നുമില്ല. ഇപ്പോഴത്തെ 130 ആണ് ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ആ നിലവാരത്തിൽ നിന്നും അധികം താഴേക്ക് വരുന്നില്ല. ഇത് ഈ സ്റ്റോക്കിന്റെ ഒരു അഡ്വാൻറ്റേജ് വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുന്നില്ല, അതേപോലെ തന്നെ അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ബാൻഡിൽ നിൽക്കുകയാണ് സ്റ്റോക്ക്. കറക്ഷൻ വരികയാണെങ്കിൽ ഫണ്ടമെന്റലി സൗണ്ട് ആണ് സ്റ്റോക്ക്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള കമ്പനിയാണ്. ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ് സ്റ്റോക്കിൽ. എനിക്ക് ഒരു 1 ഇയർ ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അഡ്വൈസബിൾ. വലിയ ഒരു ചാഞ്ചാട്ടം ഇല്ലാത്തതിനാൽ നിക്ഷേപകർക്ക് പരിഗണിക്കാം. ഇത് എന്താ പറയുക, ഇപ്പോൾ നമ്മളിപ്പോഴും മൂവ്മെന്റ് വരുന്നത് എപ്പോഴും ഫ്രണ്ട് റൺ സ്റ്റോക്കിലാണ്. അപ്പോൾ വളരെ ആക്റ്റീവായി നിൽക്കുന്നവരെ സംബന്ധിച്ച് ഈ ഫ്രണ്ട് റൺ സ്റ്റോക്കിൽ ഇപ്പോഴും ICICI ബാങ്ക്, അതുപോലെ L&T, ആക്സിസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇങ്ങനെയുള്ള ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് അവരുടെ ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത് അടുത്ത ഒരു ഇലക്ഷൻ വരെയെങ്കിലും. കാരണം അതോടൊപ്പം തന്നെ ഇവരൊക്കെ തന്നെ മാർക്കറ്റിൽ വളരെ ലൈവായി നിൽക്കണം. കാരണം ഇപ്പോൾ ഒരു 2 വീക്സിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഓരോ സ്റ്റോക്കിലും വന്നിരിക്കുന്ന വളരെ ഷാർപ്പ് വൈഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. വളരെ ലൈവായി നിൽക്കുക, ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ല ഒരു 1 ഇയർ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് നമ്മളുടെ അറ്റൻഷൻ പോകുന്നത് നന്നായിരിക്കും. നമുക്ക് മിഡ് ക്യാപ് മേഖല, ആ മേഖലയിലുള്ള ഓഹരികൾ ഇതെല്ലാം കൂടി നോക്കണം. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. മിഡ് ക്യാപ് മേഖലയിൽ പ്രത്യേകിച്ചും ഒരു മൊമെന്റം പ്ലേ ഇപ്പോൾ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസമായിട്ട് മിഡ് ക്യാപ് ഓഹരികൾ പലതും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഫിനോലെക്സ് കേബിൾസ്, BGR എനർജി, ഈവൻ യൂണിടെക് 15 രൂപ 50 പൈസയ്ക്ക് പോയതിനു ശേഷം 17 രൂപ ലെവലിലേക്ക് തിരികെ വരുന്നു. അങ്ങനെ മിഡ് ക്യാപ്പിൽ ഒരു എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് പൊതുവെ വന്നിട്ടുണ്ട്. അപ്പോൾ മിഡ് ക്യാപ്പിലെ നല്ല ഓഹരികൾ ഈ സാഹചര്യത്തിൽ ഏതായിരിക്കും? പ്രത്യേകിച്ചും ഞാനത് അങ്ങനെ എടുത്ത് ചോദിക്കാൻ കാരണം ലാർജ് ക്യാപ് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ L&T അടക്കമുള്ള അല്ലെങ്കിൽ മുൻനിര ബാങ്കിങ് അടക്കമുള്ളവ എല്ലാം ഉയർന്നു നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മിഡ് ക്യാപ്പിൽ വലിയ മൊമെന്റം കിട്ടാത്ത നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചില ഓഹരികൾ, എസ്കോട്ട്സ് പോലെയുള്ള അത്തരം ഓഹരികൾ ഏതായിരിക്കും? ഇതിൽ ആദ്യം നമുക്ക് എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഇപ്പോൾ സനൽ നേരത്തെ പറഞ്ഞു വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. ഇപ്പോഴത്തെ രീതിയിൽ ഈ ഒരു മൊമെന്റം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിൽ എക്സൈഡ് ഇൻഡസ്ട്രീസ് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്, ഇൻവെസ്റ്റേഴ്സിന് അത് പരിഗണിക്കാം. അതുപോലെ തന്നെ ക്രോംപ്ടൺ ഗ്രീവ്സ് ഇപ്പോൾ ഒരു റിവൈവലിന്റെ ഒരു പാതയിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ വാല്യുവേഷൻ ഒരു ഫെയർ ആണ്. ആ രീതിയിൽ ആ ഒരു സ്റ്റോക്ക് പഴയ പ്രതാപത്തിലേക്ക് ഈ സ്റ്റോക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു ഗെയിൻ തന്നെ കേൾക്കുമ്പോൾ പലരും പല്ലിറുമുന്നുണ്ടാവും, പ്രത്യേകിച്ചും കേരളത്തിലുള്ളവർ. ഈ ഓഹരി കൊണ്ട് നശിച്ച് നാറാണക്കല്ലായി എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. റിവൈവലിന്റെ പാതയിലാണ്. അതുകൊണ്ട് എനിക്കൊന്ന് പോർട്ട്ഫോളിയോ 100 ലെവലിലാണ് ഇപ്പോൾ ആ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അത് ഒന്ന് തിരിച്ച് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. നന്നായി സ്റ്റഡി ചെയ്തതിന് ശേഷം അടുത്ത 1-2 ക്വാർട്ടർ ബെറ്റർ റിസൾട്ട് വരികയാണെങ്കിൽ പിന്നെ ബയോകോൺ ഒരു മൊമെന്റം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്ക് നല്ലതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇൻഡസിൻഡ് ബാങ്ക് ആണ് ആ ഒരു സെഗ്മെന്റിൽ നല്ലത്. പിന്നെ ലാർജ് ക്യാപ് ഇതിലേക്ക് പോവുകയാണെങ്കിൽ ടൈറ്റാൻ ഇൻഡസ്ട്രീസ് ആ ഒരു മൊമെന്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ടൈറ്റാൻ. ഇപ്പോഴും 230 ലെവലിലാണ് ആ സ്റ്റോക്ക് കമ്പനിയാണ്. അപ്പോൾ ഈ ഇത്രയും സ്റ്റോക്കുകൾ അടുത്തൊരു വർഷത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കുകയാണെങ്കിൽ ഒരു 40 to 50% റിട്ടേൺ നൽകാനുള്ള സാധ്യത കൂടുതലാണ് ഈ സ്റ്റോക്കുകളിലൊക്കെ തന്നെ. നന്ദി ശ്രീ ഭുവനേന്ദ്രൻ. തീർച്ചയായും ലാർജ് ക്യാപ് മേഖലയിൽ നിന്നും ഈ സാഹചര്യത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാതെ നിൽക്കുന്ന ടൈറ്റാൻ എന്ന് പറയുന്ന ഓഹരി, മിഡ് ക്യാപ് സെഗ്മെന്റിൽ നിന്നും എക്സൈഡ് ഇൻഡസ്ട്രീസ്, ക്രോംപ്ടൺ ഗ്രീവ്സ് തുടങ്ങിയ കമ്പനികൾ, ഇതെല്ലാം ഈ സാഹചര്യത്തിൽ നിക്ഷേപത്തിന് പരിഗണിക്കാമെന്നാണ് ഭുവനേന്ദ്രൻ പറയുന്നത്. ഒപ്പം തിരഞ്ഞെടുപ്പ് ഫലം 8-ാം തീയതി വരുന്നു. അത് വളരെ നിർണായകമായിരിക്കും. അതിലൊരു ഫ്രാക്ചേർഡ് മാൻഡേറ്റ് അല്ലെങ്കിൽ ആർക്കും ഒരു കൃത്യമായ ഭൂരിപക്ഷം ലഭിക്കുന്നില്ല ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും അത് മാർക്കറ്റിനെ മോശമായി ബാധിക്കാം. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ, നിലവിലുള്ള സർവേകൾ പ്രകാരം ഏതെങ്കിലും ഒരു കക്ഷി തീർച്ചയായും ഉറപ്പായിട്ടും ഒരു ഭരണത്തിലേറും എന്നുള്ള സൂചനകളാണ് നമുക്ക് മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നത്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ അത് ഏത് പാർട്ടി ആയാലും, BJP ആണെങ്കിൽ മാർക്കറ്റ് അത് വലിയ രീതിയിൽ സ്വീകരിക്കും. ഈവൻ രണ്ടാമത് കോൺഗ്രസ് ആണ് അധികാരത്തിലേക്ക് വരുന്നത് എങ്കിൽ പോലും, ഈ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും അധികാരത്തിലേക്ക് വരുന്നതെങ്കിൽ പോലും മാർക്കറ്റ് മൂവ് ചെയ്യും. പക്ഷേ BJPക്ക് ഒരു എഡ്ജ് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ BJP വന്നാൽ മാർക്കറ്റ് അത് കൂടുതൽ കോൺഗ്രസിനേക്കാളും ഫേവറബിൾ ആയിട്ട് സ്വീകരിക്കും എന്ന കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.